ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് പോയിട്ട് കാണാതായ ഒരു ഉപ്പയും മകളെയും കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് എന്താണ് അതിൻ്റെ വിശദ വിവരങ്ങളെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കല്യാണത്തിനാണ് എന്ന് പറഞ്ഞിട്ട് പോയ ഒരു ഉപ്പയും മകളും. ഉപ്പ പറയാണ് കുട്ടിയെ തൻ്റെ കൂടെ വിടണം, 1 വയസ്സായിട്ടുള്ള മകളാണ്, ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതായത് ഉമ്മയെ കൂട്ടാതെ, കുട്ടിയുടെ ഉമ്മയെ കൂട്ടാതെ ഉപ്പയും 1 വയസ്സായിട്ടുള്ള മകളും കൂടിയിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. ഉപ്പ പറയാണ് നീ വരണ്ട, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയെ കൊണ്ടുപോകാതെ ഭർത്താവ് കുട്ടിയുമായിട്ട് പോയി. അങ്ങനെ കല്യാണത്തിന് പോയിട്ട് പിന്നെ ഇവരെ തിരിച്ച് കാണാനില്ല. രാത്രിയായി, ഉച്ചയായി, രാത്രിയായിട്ടൊന്നും ഇവരെ കാണാനില്ല. അങ്ങനെയാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തത്, ഇവർ മിസ്സാണ് എന്നറിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവരെങ്ങനെയാണ് മിസ്സായത്, എന്താണ് സംഭവം. ഇവർക്ക് അതുമല്ല, ഈ കുട്ടിയുടെ ഉപ്പാക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ബിസിനസ്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പാർട്ട്നേഴ്സിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നമാണോ, അവരെങ്ങാനും ചതിച്ചതാണോ ഈ കുട്ടിയെ ഉപ്പയും, അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങനെയൊക്കെയാണ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആ ഉപ്പയും കുട്ടിയെയും പറ്റിയിട്ട് ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് കേട്ടോ പുറത്ത് വന്നിട്ടുള്ളത്. ആ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ആ ഒരു ഉപ്പ ആ കുട്ടിയെയും കൊണ്ടിട്ട് ആ ഉമ്മയെയും ചതിച്ചിട്ട് കടന്നു കളഞ്ഞത് തന്നെയാണെന്ന്. അതും ആ കുട്ടിയെ മാത്രം എടുത്തിട്ടല്ല, അദ്ദേഹത്തിന് ആ ഒരു മുഹമ്മദ് സഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടിയുടെ പിതാവും, ആ കുട്ടിയുടെ പിതാവിന് മറ്റൊരു ബന്ധമായി ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ചിട്ട് ഇവിടുന്ന് നാട് വിടാനുള്ള ഒരു പ്ലാനായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ എടുത്ത് കൊണ്ടുപോയത് എന്ന് നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഒരു സ്ത്രീയോടൊപ്പമാണ് അവർ കൊണ്ടോട്ടിയിൽ വന്നിട്ട് ലോഡ്ജ് എടുത്തിട്ട് താമസിക്കുന്നതും അവിടെ നിന്നിട്ട് ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് CCTVയിൽ വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മുഹമ്മദ് സഫീർ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയുള്ള ഒരു സ്ത്രീ അന്യസംസ്ഥാനക്കാരിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവരവിടെ ലോഡ്ജിന് മുന്നിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നതും തിരിച്ച് ഓട്ടോയിൽ കയറി പോകുന്നതൊക്കെ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ സ്ത്രീയുടെ കൂടെയും ഒരു കുട്ടിയുണ്ട്, അത് നമുക്ക് അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ സ്ത്രീയുടെ കൂടെയും ഒരു കുട്ടിയുണ്ട്. അതായത് ഈ സ്ത്രീയും ഒരുപക്ഷെ മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് അതുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിലുണ്ടായിരിക്കുന്ന കുഞ്ഞായിരിക്കാം, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാനാണ് കൂടുതലും ചാൻസ്. അപ്പോൾ അവരൊരുമിച്ച് പോകാൻ നിൽക്കുമ്പോൾ ഈ സഫീറിൻ്റെ കുട്ടിയും കൂടി എടുത്ത് കൊണ്ടുപോയിട്ടാണ് അവരൊരുമിച്ചിട്ട് നാട് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിൽ എത്തിച്ചേരുന്നത്. ഒരു സ്ത്രീ അന്യസംസ്ഥാനക്കാരിയാണ് എന്നുള്ള തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അവർ റൂം എടുക്കുമ്പോൾ കൊടുത്തിട്ടുള്ള ID കാർഡിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ലഭിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സഫീർ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അല്ലേ. ഈ സഫീറിൻ്റെ വൈഫ് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ സംസാരത്തിൽ അവർ പറയുന്നതാണ് ഞാനും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ചെയ്തതെന്ന് അവർക്ക് അറിയില്ല. അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു രീതിയിലാണ് ആ ഒരു സ്ത്രീയുടെ, അതായത് ഈ ഒരു കുട്ടിയുടെ ഉമ്മ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് നമുക്ക് കേട്ടോ. 12 മണിയായപ്പോൾ എനിക്ക് വിളിച്ചിട്ടാണ് പറഞ്ഞു ചമ്മാടുണ്ട്, കുട്ടിനെ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തു. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലാരില്ലേ, ഞാനും കുട്ടീനെ ഉള്ളായിരുന്നു. അപ്പോൾ കുട്ടിയും പിന്നെ വേറെ പുതിയത് ഇട്ട് കൊടുക്കാൻ, കല്യാണത്തിന് കൊണ്ടുപോകാനാണ് പുതിയത് ഇട്ടെടുക്കാൻ പറഞ്ഞു. പുതിയത് ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ വേഗം പൊയ്ക്കണത് നിന്നിട്ടില്ല. 12:45 ആണ് പോയത് വീട്ടിൽ നിന്ന്. പിന്നെ പോയിൻ്റെ ശേഷം വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ്. ഒരു വീട്ടിൽ ഞങ്ങൾ തമ്മിൽ ഒരു യാതൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കൊണ്ടോട്ടിൻ്റെ ബാംഗ്ലൂരുണ്ട്, അങ്ങനെ ഓരോന്നിങ്ങനെ ഫേക്ക് ന്യൂസ് വരിക. അവിടെ നിന്നിട്ടുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ഇവർ എവിടേക്കാണ് പോയത് എന്താണെന്നൊന്നും തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. എന്തായാലും ആ കുട്ടി ആ ഉമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അവരുടെ ഇഷ്ടത്തിന് അവർക്ക് വേറെ ജീവിതമാണെന്നുണ്ടെങ്കിൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഒരു കുട്ടിയെ പിരിച്ചു കൊണ്ടുപോകാൻ ഉപ്പാക്ക് നല്ല, ഉമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ ഉപ്പാക്ക് നല്ല ഈ ദുനിയാവിൽ ആർക്കും തന്നെ ഒരവകാശമില്ല. ആ ഒരു കുട്ടി ആ ഉമ്മയുടെ സ്വത്ത് തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയെ അയാൾ തിരിച്ചേൽപ്പിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.